കണ്ണൂരിലേക്ക് പോകണം. കണ്ണൂരിൽ LDF ഒരുക്കിയ സമരപ്പന്തലിൽ KSRTC ബസ് കുടുങ്ങിയിരിക്കുന്നു. കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം റോഡിന് കുറുകെയാണ് പന്തൽ കെട്ടിയിരുന്നത്. ബസ് ഇടിച്ച് പന്തൽ തൊഴിലാളിയായ അസം സ്വദേശിക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. നാളെ കേന്ദ്ര സർക്കാരിനെതിരായ സമരത്തിനായിരുന്നു സമരപ്പന്തൽ ഒരുക്കിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് സംഭവിച്ചത്? അതായത് വിനീത, ഈ കേന്ദ്ര സർക്കാരിനെതിരായി നാളെ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും LDFിന്റെ നേതൃത്വത്തിൽ സമരം നടക്കുന്നുണ്ട്. കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് കണ്ണൂരിലെ LDF പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഈ സമരത്തിന്റെ ഭാഗമായാണ് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലായി ഇത്തരമൊരു സമരപ്പന്തൽ ഒരുക്കിയത്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു KSRTC ബസ് അവിടത്തേക്ക് എത്തുകയും ഈ വാഹനം KSRTC ബസ് അവിടെ തന്നെ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുള്ളത്. ഈ KSRTC ബസ് അവിടത്തേക്ക് എത്തുമ്പോൾ വാഹനം കടന്നു പോകുന്ന ഒരു റോഡ് തന്നെയാണ്. റോഡിലേക്ക് നീട്ടി അല്ലെങ്കിൽ റോഡിന് കുറുകെയാണ് ഇങ്ങനെ ഒരു പന്തലിടുകയും അല്ലെങ്കിൽ ഇത്തരമൊരു സമരത്തിനാവശ്യമായിട്ടുള്ള സമരപ്പന്തൽ സജ്ജമാക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ ഈ KSRTC ബസ് അവിടത്തേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ മുകൾ വശത്തായി ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ള ഒരു തൂൺ അങ്ങനെ തന്നെ ഈ ബസ്സിനടിയിലേക്ക് അല്ലെങ്കിൽ ബസ്സും ഇതും തമ്മിൽ ഒരു കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉണ്ടായത്. എന്നാൽ ഈ സമരം പന്തൽ പൊളിച്ചു മാറ്റാതെ പിന്നീട് ഈ KSRTC ബസ് ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ഈ സമരപ്പന്തൽ പൊളിച്ചു മാറ്റുകയും ഈ പറയുന്ന KSRTC ബസ് മുന്നോട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമവുമാണ് നടക്കുന്നത്. ഈ പറയുന്ന രീതിയിൽ ഈ സമരം നടക്കേണ്ടത് നാളെയാണ്. ഇന്ന് തന്നെ ഇത്തരത്തിൽ സമരപ്പന്തൽ കെട്ടി റോഡ് ഉൾപ്പെടെ ബ്ലോക്ക് ചെയ്ത് അത്തരത്തിൽ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് ഒരു ദുരവസ്ഥ തന്നെയാണ്. നാളത്തെ സമരത്തിന് ഒരുപക്ഷെ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ അതിന് വാഹനങ്ങളില്ലാത്ത സമയവും തിരഞ്ഞെടുത്താൽ മതിയായിരുന്നു. ഇന്ന് രാവിലെ തന്നെ ഗതാഗതം ഉൾപ്പെടെ ഇങ്ങനെ ഒരു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടി കഴിയാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ റോഡിന് കുറുകെ ഇങ്ങനെ പന്തൽ കെട്ടുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ഈ KSRTC ബസ് വന്ന് ഈ പന്തൽ കെട്ടുന്ന അവിടെ വന്ന് നിർത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ വാഹനം ഉള്ളിലേക്ക് കടന്നില്ലായിരുന്നുവെങ്കിൽ, ഈ പന്തലിനകത്തേക്ക് കടന്നില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു സംഭവം ഒഴിവാക്കാമായിരുന്നു. ഈ ബസ് വന്ന ഇടിക്കുന്ന സമയത്തും അതുപോലെ പന്തലിൻ്റെ പണി നടക്കുന്നുണ്ടായിരുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ ഈ പന്തലിൻ്റെ ജോലി നിർവഹിക്കുകയായിരുന്നു. അതിൽ ഒരു അന്യസംസ്ഥാന തൊഴിലാളിക്ക് വളരെ പെട്ടെന്ന് ഈ ബസ് വന്ന് ഈ പന്തലിനകത്ത് ഇടിച്ചതിൻ്റെ ഭാഗമായി ഒരു അപകടവും സംഭവിച്ചിട്ടുണ്ട്. ചെറിയ പരിക്കാണെങ്കിൽ കൂടി UP സ്വദേശിയായിട്ടുള്ള ഹസൻ എന്ന് പറയുന്ന ആൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അസം സ്വദേശിയായിട്ടുള്ള ഹസനാണ് പരിക്കേറ്റിട്ടുള്ളത്. ഏതായാലും നാളെ നടക്കാനിരിക്കുന്ന LDF സമരത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ LDF സമരത്തിനു വേണ്ടി സജ്ജമാക്കിയിട്ടുള്ള സമരപ്പന്തലിലേക്കാണ് KSRTC ബസ് ഇടിച്ച് അല്ലെങ്കിൽ KSRTC ബസ് കുടുങ്ങിയത്. ഈ KSRTC ബസ് പുറത്തേക്കെടുക്കാൻ ഈ സമരപ്പന്തൽ പൊളിക്കുകയല്ലാതെ മറ്റ് മാർഗമില്ലാത്തൊരവസ്ഥയും കൂടിയാണ് വിനീത.